ആരാണ് ഈ ഫൽ മുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നു. ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് ഫഅജ്മഉ, ഇജ്മാ ഉണ്ട്, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രാമാണിക മുഫസ്സിരീങ്ങളുടെ ഇജ്മാ ഉണ്ട്, സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, അല അന്നഹും ഹുമുൽ മലായിക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു ഫൽ മലായികതു അൽ മുദബ്ബിറതു മാ ഉമിറത് ബിഹി മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറ ഖാലൽ ഖുശൈരിയു അജ്മഉ, അവരുടെ ഇജ്മാ ഉണ്ട് അല അന്നൽ മുറാദ അൽ മലായിക, അതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഫൽ മുദബ്ബിറാത്തി അംറ قال علي ومجاهد وعطاء وأبو صالح والحسن وقتادة والربيع بن أنس والسدي هي الملائكة. ഈ പറയപ്പെട്ട ആളുകളൊക്കെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് മലക്കുകളാകുന്നു എന്നാണ്. അപ്പോൾ മുഫസ്സിരീങ്ങൾ ഇജ്മാഓടുകൂടി സ്വഹാബികളിൽ നിന്നും താബീങ്ങളിൽ നിന്നും തബഉ താബീങ്ങളിൽ നിന്നും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകളാണ്. വഹയിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ, മരണത്തിൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്തിനെ പോലെ അങ്ങനെയുള്ള മലക്കുകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ പറയപ്പെടും. ഫൽ മുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ് എന്ന് പ്രമാണമുദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ പണ്ഡിതന്മാർ വിശദീകരിക്കും എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഒരു വിദ്വാൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് വിശദീകരിക്കുന്നത് കാണുക. കാരണം മലക്കുകളാണ് എന്നൊക്കെ ഒരു വ്യാഖ്യാനം വന്നാലും മദ്രസകളിൽ പോലും സുന്നികൾ പോലും പഠിപ്പിച്ചിട്ടുള്ളത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് എന്നത് ഇവർക്കറിയാം. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളെ ഷിർക്കിൽ തളച്ചിട്ട് വരുമാനമുണ്ടാക്കുവാൻ വേണ്ടിയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്ന് വരുമ്പോൾ അവർക്ക് ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്താണ് അവർ പറയുന്നത്? ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് അത് മലക്കുകളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, എന്നാൽ ആ മലക്കുകളെയും നിയന്ത്രിക്കുന്ന അതിൻ്റെയും മേലെയുള്ള മുദബ്ബിറാണ് CM മടവൂരിനെ പോലെയുള്ള ആളുകൾ, വലിയകൾ. അത് വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒരു ജിബ്രീലും ഒരു മീകായിലും ഒരു ഇസ്രാഫീലും ഒരു അസ്റായീലും, ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന മുദബ്ബിരീൻ ആലമായിട്ടുള്ള ഈ മലായികത്തിനെ പോലും തദ്ബീർ ചെയ്യുന്ന ഉന്നതന്മാരാണ് മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളും ഉന്നതരായിട്ടുള്ള ഔലിയാക്കളും. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ കാര്യം വളരെ വ്യക്തമായി. ജനങ്ങളെ ഷിർക്കിൽ തളച്ചിടാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ്, മുസ്ലിം ഉമ്മത്തിനെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയൊക്കെ ഇവർ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും മലക്കുകളെ വിളിച്ച് ദുആ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മഴയെ, അതേപോലെ തന്നെ കാറ്റിനെ, അതേപോലെ ഇടിമിന്നൽ. സത്യത്തിൽ എന്താണ് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ആ പറഞ്ഞതിൻ്റെ താല്പര്യം? എന്താണ് അവിടെ നിന്ന് പറയുന്നത്? അതാദ്യം നമ്മൾ മനസ്സിലാക്കും. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോകത്തെ ആർക്കും തർക്കമല്ല. ഇവിടെ നമ്മൾ ഈ വിഷയം വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ആദ്യം ആളുകളിലേക്ക് കൊടുക്കുന്ന വസ്വാസ് അള്ളയല്ല മടവൂർ ശൈഖുനയാണ് എന്ന രൂപത്തിലുള്ള ചില തെറ്റിദ്ധാരണകളാണ് അവരുണ്ടാക്കുന്നത്. 3 സ്റ്റെപ്പിലായി നമ്മളത് മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബക്കുമുല്ലാഹ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാം സുമ്മ സ്തവാ അലൽ അർശ് യുദബ്ബിറുൽ അംർ. അവനാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്, ലോകവും അവൻ്റെ നിയന്ത്രണത്തിലാണ്. അതിൽ തർക്കമൊന്നുമില്ല, അള്ളാഹു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ ഇഷ്ടപ്പെട്ടത് അവൻ കൊടുക്കും.
ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഉത്തിൽ മുൽക മൻ തശാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നമ്മളെപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് മാലിക്കുൽ മുൽക്കാണ്, എല്ലാ അധികാരങ്ങളെയും അധികാരപ്പെടുത്തിയവനാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് എല്ലാ അധികാരവും അവൻ നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം നിയന്ത്രിക്കും എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൻ നാസിആത്തിൽ ആ വിഷയം ഒന്നുകൂടി പറയുന്നുണ്ട്. വന്നാസിആത്തി ഉർഖ എന്ന ആ സൂറത്ത് ഇങ്ങനെ ഓതി നോക്കിയാൽ കാണാം, ഫൽ മുദബ്ബിറാത്തി അംറ. ഫൽ മുദബ്ബിറാത്തി അംറ, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് സത്യം. മുദബ്ബിർ എന്നതിൻ്റെ ബഹുവചനാണ് മുദബ്ബിറാത്ത്. അപ്പോൾ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നല്ല, നിയന്ത്രിക്കുന്ന പലരും. ഈ ആയത്തിന് പല വിശദീകരണങ്ങളും ഇമാമിങ്ങൾ നൽകിയിട്ടുണ്ട്. മലക്കുകളാണെന്ന് പറഞ്ഞവരുണ്ട്, അതൊക്കെ ശരിയുമാണ്. എന്നാൽ മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറാണിത്. ഇതിൽ മഹാനവറുകൾ ഫൽ മുദബ്ബിറാത്തി അംറ എന്നത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഹിയൽ അർവാഹുല്ലത്തി തൻസിഉ ഇലാ ഇത്ലാഖിൽ ഉർവത്തിൽ വുസ്ഖ എന്ന് പറഞ്ഞു തുടങ്ങി വിശദീകരിക്കുകയാണ്. അതായത് അള്ളാഹ് എന്നത് മാത്രം മനസ്സിൽ ഉറപ്പിക്കുകയും അതല്ലാത്ത സർവവും ഒഴിവാക്കുകയും ചെയ്ത് വലിയ വലിയ റിയാദകളും മുജാഹദകളും ചെയ്ത് റബ്ബിലേക്ക് അടുത്ത അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാന്മാർ, ആ മഹാന്മാരാണ് ഫൽ മുദബ്ബിറാത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് ഇമാം റാസി ഉദാഹരണം അങ്ങനെ പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അടിസ്ഥാനപരമായി ബിദ്ദാത്ത് മുദബ്ബിർ എന്ന് പറഞ്ഞാൽ സ്വയം ലോകത്തെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു തആല ലോകം നിയന്ത്രിക്കുന്നത് അവൻ്റെ ആളുകളിലൂടെയാണ്. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞത്. അതിൽ മലക്കുകളുണ്ട്, അതുപോലെ തന്നെ മലക്കുകളെയും നിയന്ത്രിക്കുന്ന ഉന്നതാധികാരികളായ മശായിഖന്മാരുണ്ട്. അതാണ് തഫ്സീറു റാസിയിൽ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ എത്രയോ സ്റ്റേജിൽ വായിച്ചതാണ്. ഇന്ന് വരെ അത് വായിച്ച് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല, ഇനി അത് കഴിയൂല. അതുപോലെ തന്നെ മഹാനരായ ഇമാം സുയൂത്തി തങ്ങൾ അവരുടെ അൽഹാബീലിൽ ഫത്താവയിൽ ഈ വിഷയം പറയുന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ ഉണ്ട്. അതിൽ ഇമാം തുബറാനിയുടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഹദീസിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബ്ദാലിങ്ങളായ ഔലിയാക്കന്മാർ വരും, അവരെ പറഞ്ഞ് അവരെക്കുറിച്ച് അതിൽ വിശദീകരിക്കുന്നത് ബിഹിം തഖൂമുൽ അർദ്, അവരിലൂടെയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. ലോകം നിലനിൽക്കുന്നത് അവരിലൂടെയാണ്. ബിഹിം തുംതറൂൻ, അവരിലൂടെ മാത്രമാണ് മഴ നൽകപ്പെടുന്നത്. ബിഹിം തുൻസറൂൻ, അവരിലൂടെ മാത്രമാണ് സഹായം നൽകപ്പെടുന്നത്. അപ്പോൾ ഹദീസിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ആ ആയത്ത് മശായിഖന്മാർ വിശദീകരിച്ചു. അപ്പോൾ മടവൂർ ശൈഖുന പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവൻ്റെ ആളുകൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട്, ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെയും നൽകും. ആ നൽകപ്പെട്ട ഔലിയാക്കളിൽ ഞാനുണ്ട് എന്നാണ് ഷെയ്ഖുന പറഞ്ഞതിൻ്റെ അർത്ഥം. ഷെയ്ഖുന ആ പറഞ്ഞതിൻ്റെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽ ഉള്ള ആളാണ് ഞാൻ ഒരു മുദബ്ബിറാണ് എന്നാണ് ഷെയ്ഖുന പറയുന്നത്. അപ്പോൾ ഇനി അവിടെ വരുന്നൊരു വിഷയം, അത് ഷെയ്ഖുനയാണോ ലോകത്തോട് ആദ്യമായി പറഞ്ഞത് എന്നൊരു വിഷയമാണ്. അല്ല, ലോകത്തിൻ്റെ തദ്ബീർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവാണ്. ആ അള്ളാഹ് ലോകം സൃഷ്ടിച്ചതിന് ശേഷം ആ തദ്ബീർ ഏൽപ്പിക്കുന്നത് ആദ്യമായിട്ട് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. കാരണം റസൂലുള്ളാഹിൻ്റെ നൂറിനെയാണല്ലോ അള്ളാഹ് ആദ്യം പടക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിൻ്റെ നിയന്ത്രണം നൽകുന്നത്. അതാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉഅ്തീതു മഫാത്തീഹ ഖസാഇനിൽ അർദ്, ലോകത്തുള്ള ഏതെല്ലാം സംഭവങ്ങളുണ്ടോ അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കീ നൽകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. അത് ഇമാമിങ്ങളൊക്കെ ആ ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വളരെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ അൽ മിനഹുൽ മക്കിയ എന്നുള്ള കിതാബാണ്. ഇതിലൊക്കെ മഹാനവറുകൾ ആ വിഷയം കൃത്യമായി രേഖപ്പെടുത്തി. ഇതിൻ്റെ 499 പേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം.
ഇതൊക്കെ ഇമാമിങ്ങൾ നേരത്തെ പറഞ്ഞ പുതിയതായി നമ്മളെ വകയിലൊന്നുമില്ല. അതിൽ കാണാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉഅ്തീതു മഫാത്തിഹ ഖസാഇനിൽ അർദ് വഹിയ ഖസാഇനു അജ്നാസിൽ ആലം. ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും ഖജനാവ്, അതിൻ്റെ നിയന്ത്രണമാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ. ഫകുല്ലു മാ ദഹറ ഫി ഹാദൽ ആലം ഫഇന്നമാ യുഅ്തീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നൽകുന്നത്, കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അത് ആരിലൂടെ മാത്രമേ നൽകുള്ളൂ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നൽകുള്ളൂ. അപ്പൊ ഹബീബായ തങ്ങൾക്കാണ് അല്ലാഹു തആല ലോകത്തിന്റെ നിയന്ത്രണം നേരിട്ട് ഏൽപ്പിക്കുന്നത്. പിന്നെ ലോകത്ത് വരുന്ന ഓരോ കാലഘട്ടങ്ങളിലും ആലമു ദുനിയയിലുള്ള മഹാന്മാര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയാബത്തായി എന്ന് പറഞ്ഞാൽ നായിബായി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, വാരിസ്യങ്ങളായി വന്നവർ. അത് ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഇവിടെ വന്നപ്പോൾ അവര് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന് പറഞ്ഞ കിതാബാണിത്. ഈ ഫത്ഹുർ റബ്ബാനി എന്ന് പറഞ്ഞ കിതാബിൽ മഹാനവറുകൾ ഈ വിഷയം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്ക് നൽകുന്ന അധികാരങ്ങളെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് അല്ലാഹു എത്രമാത്രം നൽകും എന്ന് 129 പേജ്. ഫത്ഹുർ റബ്ബാനി എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആലമിൻ്റെ കിതാബാണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം അതിൽ മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹ് ഒരാളങ്ങ് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹിൻ്റെ സ്വന്തം ആളായി മാറി. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ കൂടുതൽ ഉണ്ടാവുന്നതുമല്ല. ഇത് അള്ളാഹ് അത്രയും അവനിലേക്ക് അടുപ്പിക്കണം. അങ്ങനത്തെ സംബന്ധിച്ചാണ് ഖാസുൽ ഖാസ് എന്നൊക്കെ പറയുന്നവരെ കുറിച്ചാണ്. അതാ കണ്ടോ, ഇദാ വസല ഖൽബുൽ അബ്ദി ഇലാ റബ്ബിഹി അസ്സ വജൽ അഗ്നാഹു ബിഹി അനിൽ ഖൽഖി യുഖർരിബുഹു വയുമക്കിനുഹു വയുമല്ലിക്കുഹു. അള്ളയിലേക്ക് അവരുടെ ഖൽബ് എത്തിച്ചേർന്ന് ആ രൂപത്തിൽ ഒരടിമ എത്തിയാൽ അള്ളാഹു അവനിലേക്ക് അടുപ്പിക്കും, സർവ്വ അധികാരങ്ങളും നൽകും, എല്ലാം അവൻ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് പറയുന്നത് കാണാം, വഫവ്വദ ഇലൈഹി, ആ അടിമയിലേക്ക് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുക്കും അംറ മുൽക്കിഹി, അവൻ്റെ അധികാരത്തിൻ്റെ കാര്യങ്ങൾ, തദ്ബീറ മുൽക്കിഹി, അതിൻ്റെ ശേഷം പിന്നെ പറയണം അവൻ്റെ അധികാരങ്ങൾ എങ്ങനെ തദ്ബീർ ചെയ്യണമെന്നതും ഓല ഏൽപ്പിക്കും. ഫവ്വദ തന്നെ പറഞ്ഞു. അങ്ങനെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട അവസ്ഥ എന്താ? ഒമിൻ മംലക്കത്തിഹി ദുനിയാഹു ആഖിറ, പിന്നെ ദുനിയാവും ആഖിറൊക്കെ ആ വലിയിൻ്റെ ആ മഹാന്റെ അധികാരത്തിലായിരിക്കും. അത് ഗൗസുൽ ആലമിൻ്റെ ഫത്ഹുർ റബ്ബാനിയിൽ കാണാം. ഇനി ഫുതൂഹുൽ ഗൈബിൻ്റെ ലാസ്റ്റ് ശൈഖ് അവറുകൾ പാടിയ ബൈത്തുകൾ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ കാണാം, വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖത്തൻ. ഏതെല്ലാം അള്ളാഹുവിൻ്റെതായ പ്രദേശങ്ങളുണ്ടോ സ്ഥലങ്ങളുണ്ടോ, അല്ലാത്ത ഇവിടെ ഒന്നുമില്ലല്ലോ, അതൊക്കെയും എൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് എന്ന് തന്നെ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പല ബൈത്തുകളിലുണ്ട്. അതിൽ കാണാ, ഒമല്ലകനി കുല്ലൽ ജിനാനി വമാഹവ, സ്വർഗങ്ങൾ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അധികാരപ്പെടുത്തി തന്നിട്ടുണ്ട്. വകുല്ലു മുലൂക്കിൽ ആലമീന റഇയത്തി, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും സത്യത്തിൽ എൻ്റെ പ്രജകളാണ്. അപ്പം ഇത് പറയാത്തവരായ ആരുമില്ല. ഔലിയാക്കന്മാരുണ്ടെന്നും പ്രത്യേകക്കാരുണ്ടെന്നും ഇത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. മഹാനരായ ഇമാം ഇസ്മായിലുൽ ഹിഖി തങ്ങളുടെ റൂഹുൽ ബയാൻ, അതിൻ്റെ 359 പേജ്, അത് നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. അതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്താ മഹാൻ പറയുന്നത്? 3 രൂപത്തിലുള്ള ഔലിയാക്കന്മാരെ വിശദീകരിച്ച് ലാസ്റ്റ് പറയുന്നത് ഖാസുൽ ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാരായ ആളുകൾ. അതിപ്പോൾ ഏതെങ്കിലും ഒരു വിലായത്തോ ഷെയ്ഖൂഹിയത്തോ ഉണ്ടായാൽ കിട്ടുന്ന സംഭവമല്ല. അത് അത്രയും ആ കാലത്ത് തന്നെ ഷെയ്ഖുന പറഞ്ഞല്ലോ, എന്നെ ഈ കാലത്ത് എന്നെപ്പോലത്തെ ഒരാളെ അല്ല പഠിച്ചിട്ടില്ല. യാ റബ്ബി ലാ മിസ്ലി ബി ഖർനിൽ ഹാദിരി എന്നാ പറഞ്ഞത്. ഇക്കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരാൾ വന്നിട്ടില്ല. ആ സ്ഥാനത്തിരുന്നാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. കണ്ടോ, അതാണ് ഖാസുൽ ഖാസ്. ഫഹുമുർ റിജാലുൽ ബാലിഗൂനൽ വാസിലൂൻ ഇലാ ആലമിൽ ഹഖീഖ അൽ മുത്തസ്വരിഫൂന ഫീമാ സിവല്ലാഹി ബിഖിലാഫത്തിൽ ഹഖ്. അള്ളാഹിൻ്റെ നായിബായി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാൻ്റെ ഖലീഫയായി ലോകത്തുള്ള സർവ്വ വസ്തുക്കളും, അതാ മാ സിവല്ലാഹ്, അല്ലാത്ത എല്ലാ വസ്തുക്കളിലും അധികാരം ഉണ്ടാവും. അത് ഹബീബായ തങ്ങൾക്കാണ് നേരെ കൊടുത്തത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നായിബായി ഓരോ കാലത്തുള്ള ആ ഖദമിലിരിക്കുന്ന ഔലിയാക്കന്മാർ അത് കൈകാര്യം ചെയ്യും. അങ്ങനെ എൻ്റെ ഈ ഖർനിൽ
അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ എന്നാണ് ആര് പറയുന്നത്? മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അള്ളാഹു അവർക്ക് കൊടുത്തു എന്ന് മാത്രം കൊണ്ടല്ല പറയുന്നത്. കൊടുത്താൽ അവർ പറയൂല, അത് പറയണം എന്നുകൂടി അവർക്ക് നിർദ്ദേശം ഉണ്ടാകുമ്പോഴാണ് പറയാം. അതാണ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അവിടെ അനാവശ്യമായ ചർച്ചകളൊക്കെ കൊണ്ടുവന്നു. ആന മുദബ്ബിറുൽ ആൽ എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവനുമാണോ? ഇതൊരു പഞ്ചായത്താവുമ്പോൾ പറ്റും. അതൊരു ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന വിഷയം. ഫ്ലൈറ്റ് ആയാലും ഏത് സംഭവമായാലും അതൊക്കെ ലോകത്തിന്റെ ഉള്ളിൽപ്പെട്ട ഒരു സംഭവമല്ലേ? ആ സംഭവത്തിൽ ദാഖിലാണ് അതെല്ലാം. മുമ്പ് ഇവിടെ ഫ്ലൈറ്റ് ഇല്ല എന്നൊക്കെ ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അതായത് ഇത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമല്ല. ഇത് ആളുകളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധരിപ്പിക്കലല്ല. ഇത് അവർ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ലോകം മുഴുക്കെ എന്നതാണല്ലോ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു. ഫീമാ സിവല്ല, ഒരു തർക്കമില്ല. പിന്നെ മടവൂർ ഷെയ്ഖുന ആ ഖദമിലിരിക്കുമ്പോൾ അക്കാലത്ത് മാത്രമുള്ള ഒരു സംഭവമാണെങ്കിലാണ് അതിന് മുമ്പ് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള ചോദ്യം വരുന്നത്. ഇത് ഓരോ കാലത്തും ഈ ഖദമിൽ ആളുണ്ട്. അത് ആരാണോ ആലമു ദുന്യയിലുള്ളത് അവരാണത് കൈകാര്യം ചെയ്യുക. ആ കൈകാര്യം ചെയ്യുന്നതിൽ ഞാനുണ്ട് എന്നാണ് ഷെയ്ഖുന പറയുന്നത്. ഷെയ്ഖുന ആലമു ദുന്യയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഖദമിൽ ആരാണോ അവരുണ്ടാവും. എല്ലാവരും നമുക്ക് അറിയണം എന്നില്ല. അത് പറയാൻ കൂടി നിർദ്ദേശമുള്ള പോലെ ഇത് പറയൂ. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അവരാണെന്ന് മനസ്സിലാവും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സംഗതി അങ്ങനെയാണ് നടക്കുന്നത്. ഓരോ കാലത്തും ഒരു അൽഖുത്തുബുണ്ടാവും. എല്ലാ അഖ്താബീങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഖുത്തുബുണ്ടാവും. അഖ്താബീങ്ങൾക്ക് പല നിയന്ത്രണങ്ങളും ഉണ്ടാവുക, പലതും ഉണ്ടാവും. എന്നാൽ അവരെല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു അൽഖുത്തുബുണ്ടാവും. ഈ അൽഖുത്തുബ് എന്ന് പറയുന്നത് തന്നെയാണ് ഖുത്തുബുൽ ആലം. അതൊക്കെ മുത്തറാദിഫായ പദങ്ങളാണ്. അപ്പം ആ ഖദമിലുള്ള ആളാണ് ഞാൻ എന്നാണ് ഷെയ്ഖുന പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം കൂടി ഉണ്ട്. നേരത്തെ ഈ മാസി വൽബാരി എന്ന് പറയാൻ പാടില്ല എന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ, അവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ അർത്ഥം മാസി വൽബാരി തന്നെയാണ് എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഉദ്ധരിക്കുന്ന റൂഹുൽ ബയാനൊക്കെ ഓലും നോക്കി ഓലതവിടെ പ്രസംഗിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ എളുപ്പമാണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല 3 സ്റ്റെപ്പായി അതിനെ മനസ്സിലാക്കിയാൽ മതി. 1, അടിസ്ഥാനപരമായ നിയന്ത്രണം അള്ളാഹു തന്നെ. 2, അത് അള്ളാഹു ആദ്യം നൽകുന്നതായിരിക്കാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3, ആ റസൂലിൻ്റെ പകരക്കാരായി വരുന്ന ആളുകളുണ്ടാവും. ആ ആളുകളാണ് ആരാണോ ആലമു ദുന്യയിലുള്ളത് അവരാണത് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഷെയ്ഖുനയുടെ കാലത്ത് ഷെയ്ഖുന പറഞ്ഞാണ് ഞാൻ മുദബ്ബിറുൽ ആലമാണ് എന്നർത്ഥം. അവർക്ക് ശേഷം മുമ്പൊക്കെ നടന്നുകൊണ്ടുണ്ട്. അത് ഖിയാമത്ത് വരെ ഉണ്ടാവും. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞു. ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ നിഷ്പക്ഷമായ ഒരാൾ വിലയിരുത്തിയാലും ഒന്നും പ്രശ്നമില്ല. കൊടുക്കുന്നത് അള്ളയാണ്. അള്ളാഹ്ക്ക് കൊടുക്കുന്നതിന് പരിധിയില്ല. അള്ളാഹു മുദബ്ബിർ. ചില കിതാബിലൊക്കെ മുദബ്ബിറുൽ ആലം എന്നത് അള്ളാഹിൻ്റെ മഖ്സൂസായ സിഫത്താണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പ്രത്യേകമായ ഗുണങ്ങളാണെന്നൊക്കെ പറയും. അതൊക്കെയാണ്. കാരണം ലോകത്തെ സ്വന്തമായി നിയന്ത്രിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാത്രം സിഫത്താണ്. അത് അള്ളാഹ് ഒരാൾക്ക് കൊടുക്കൂല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അള്ളാഹിൻ്റെതാവില്ലല്ലോ. അള്ളാഹ് എന്നത് സ്വയം നിയന്ത്രിക്കുകയാണ്. കൊടുക്കപ്പെട്ട പിന്നെ അവർ അള്ളാഹ് തന്ന കഴിവ് കൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നെ നിയന്ത്രിക്കുകയാണ്. അത് രണ്ടും ഇങ്ങനെ ഒരുപോലെ ആകാം? ഒരിക്കലും ഒരുപോലെ ആകാം. അള്ളാഹിൻ്റെ എന്ന് പറയുമ്പോൾ സ്വന്തമാണല്ലോ. കൊടുക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അത്വായിയായി നൽകപ്പെട്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ വെറുതെ വസ്വാസം ഉണ്ടാക്കുകയാണ്. അത് ഷെയ്ഖുന മാത്രമല്ല, ലോകത്ത് ഇന്ന് വരെ വന്ന ആ ഖദമിലുള്ളവരൊക്കെ പറഞ്ഞതാണ്. അത് ഷെയ്ഖുനയും ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. അള്ളാഹു അത് അംഗീകരിക്കാനും അത് ഷെയ്ഖുന പറഞ്ഞതിനെ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകട്ടെ, നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.